ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ അടൂർ വരെ പോവുകയാണേ. എനിക്കൊരു വർക്കുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സൈറ്റിലെ മെഷർമെൻ്റ് എടുക്കണം, സൈറ്റ് കാണാനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ മോളുണ്ട് എൻ്റെ കൂടെ, അവൾക്ക് ഇന്ന് അവധിയായിരുന്നു. അപ്പോൾ അവൾ ആ വീഡിയോ പിടിക്കുന്നത് ബാക്കിലിരുന്ന്. ഇത് ഞങ്ങളുടെ പനങ്ങാടാണേ. അവിടെ പനങ്ങാട് ആ ഒരു കണ്ടത്തിൻ്റെ സൈഡും പിന്നെ അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, വല്യാനിപ്പരയ്ക്ക് ദേവീക്ഷേത്രം എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ കുളനടയെത്തി. എനിക്കൊരു ഹെൽമെറ്റ് വാങ്ങിക്കണമായിരുന്നു. കുറേ വർഷമായി എൻ്റെ ഹെൽമെറ്റ്, അതങ്ങ് പന്നലായി. പക്ഷെ നല്ലതായിരുന്നുകൊണ്ടാണ് ഞാൻ കളയാതെ, പുതിയതൊന്നും എനിക്ക് സെറ്റാവാത്തതുകൊണ്ട് അത് തന്നെ യൂസ് ചെയ്യുമായിരുന്നു. അവൾക്കും വേണം. മോളുടെ ഹെൽമെറ്റും അങ്ങ് പന്നലായി. അപ്പോൾ അത് സ്കൂളിലൊക്കെ എപ്പോഴും പോകുമ്പോൾ കൊണ്ടുവിടുമല്ലേ, അപ്പം ഹെൽമെറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ കുളനട ഞങ്ങൾക്ക് ഒരു കടയുണ്ടായിരുന്നു, നോക്കി വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ കിട്ടി. റൈഡേഴ്സ് കഫേ, ഒരുവിധം നല്ല ഹെൽമെറ്റൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ട് വന്നതാണ്. അവിടെ റൈഡേഴ്സിനുള്ള ബൂട്ടും അങ്ങനെ അവർക്കുള്ള അക്സസറീസും കയ്യിലിടുന്ന ഒക്കെ കയ്യറയും ഒക്കെ ഉണ്ട്. ഒരു നല്ല കടയാണ് കേട്ടോ. ഒത്തിരി ഹെൽമെറ്റൊക്കെ നോക്കി വെച്ച് അവസാനം എനിക്കൊരു ഹെൽമെറ്റ് സെറ്റായി. എനിക്കെല്ലാം അങ്ങ് ടൈറ്റ് പോലെ തോന്നുമായിരുന്നു. പക്ഷേ അങ്ങനെ നല്ലൊരു ഹെൽമെറ്റ് കിട്ടി. അവൾക്കും വാങ്ങിച്ചിട്ട് എൻ്റെ സ്റ്റീൽ ബേഡിൻ്റെ ആയിരുന്നു, നല്ല ഹെൽമെറ്റായിരുന്നു. പിന്നെ അവൾക്കൊരു കോട്ടും വാങ്ങിച്ച്. ഒരുവിധം ബൂട്ടൊക്കെ നല്ല ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. ഇങ്ങനെ എല്ലാം വെച്ചിറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ. പിന്നെ എനിക്ക് കോട്ട് വണ്ടിയിലുണ്ടായിരുന്നു. എൻ്റെ കോട്ടും എടുത്തിട്ട് ഞങ്ങൾ നേരെ അടൂരേക്ക് പോയി. അങ്ങനെ അടൂർ കുറേ അങ്ങ് നമ്മൾ പോയി കഴിഞ്ഞ് പറന്തലൊക്കെ ആകാറായപ്പോഴത്തേക്കും മഴയൊന്നുമില്ല കേട്ടോ. കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയത്. അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ അടൂരേക്ക് പോയി. ഇങ്ങനെ അടൂർ ജംഗ്ഷനായി, വൈറ്റ് പോർട്ടിക്കോ കഴിഞ്ഞു. പക്ഷേ നല്ല മഴക്കാറാണ് അവിടെ കേട്ടോ. അവിടെ ഒരു സ്പായൊക്കെ കണ്ടു കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ. എന്തോ സ്പായ അവിടെ ഒരു ലൈം സ്പാ, അടൂർ ഫേമസ് ആയിരിക്കും. അങ്ങനെ ഹോളി ക്രോസിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി പോകണം. വഴി പറഞ്ഞ് തന്നായിരുന്നു. പണ്ടങ്ങാണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് പോയതാണ് വീട്ടിൽ. പിന്നെ വില്ലേജിൻ്റെ വൈഫ് ഹൗസിലാണേ. അങ്ങനെ വഴി തെറ്റി കുറേ മുമ്പോട്ട് പോയായിരുന്നു. പിന്നെ വഴി വന്ന് നിന്നത്. പിന്നെ തിരിച്ച് വന്നിട്ട് വിളിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ വീടെത്തി. പിന്നെ മെഷർമെൻ്റൊക്കെ എടുത്ത് അവിടെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അങ്ങനെ മെഷർമെൻറ്റും ഒക്കെ എടുത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, വെയിലുമില്ല മഴയില്ല. അപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കാൻ നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. നല്ലൊരു മൂഡായിരുന്നു. ഇറങ്ങിയപ്പോൾ ഒരു നല്ല മഴയും മഴക്കാറും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു പാടത്തിൻ്റെ സൈഡിലൊക്കെ നിർത്തി ഒരു വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഈവനിങ് നല്ലൊരു മൂഡായിരുന്നു. അപ്പം വീഡിയോസൊക്കെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ, പ്രത്യേകിച്ച് മഴയും വെയിലും ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് പന്തളത്തേക്ക് പോകുമായിരുന്നേ. അങ്ങനെ മോക്കൊരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അവിടെ ചെരുപ്പിൻ്റെ ബാക്ക് വശമൊക്കെ പൊട്ടിപ്പോയായിരുന്നു. അത് ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയത്. ഇത് ഞങ്ങളുടെ പന്തളം കോളേജാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെരുപ്പ് കടയിൽ കയറി. ചെരുപ്പൊക്കെ കുറേ സമയം എടുത്ത് വാങ്ങിക്കാൻ, ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അവൾക്ക്. പിന്നെ അവസാനം ചെരുപ്പൊക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് പിന്നെ ഇറങ്ങി. അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിച്ചിറങ്ങി. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ അങ്ങനെ ഞങ്ങൾ പേസ്ട്രി വേൾഡിൽ കയറി. പന്തളത്തുള്ളൊരു നല്ലൊരു ഫുഡൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്, ബർഗർ സാൻഡ്വിച്ചും ഒക്കെ. ഞങ്ങളൊരു സാൻഡ്വിച്ചും ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.